അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ടി ഷാക്കിർ സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഫാറൂഖി സാഹിബ്, ബഹുമാന്യനായ ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ പ്രതിനിധി സഭാംഗം യൂസുഫ് മേരി സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി കേരള ശൂറാംഗം റുക്സാന സാഹിബ, വേദിയിൽ ഉപവിഷ്ടരായ ജമാഅത്തെ ഇസ്ലാമിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു പോഷക സംവിധാനങ്ങളുടെയും പ്രസ്ഥാനത്തിൻ്റെ തന്നെ വിവിധ തലങ്ങളിൽ ചുമതല നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന, പ്രവാചകനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന, വായിക്കുന്ന, എഴുതുന്ന സന്ദർഭമാണ് ഇത് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എങ്ങനെയാണ് നാം വായിക്കേണ്ടത്, എന്താണ് നാം പറയേണ്ടത്, എന്താണ് സമൂഹത്തിന് നമ്മിൽ നിന്ന് ലഭിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു പക്ഷേ ലോകത്തും നമ്മുടെ കേരളീയ സമൂഹത്തിനകത്തും കോടിക്കണക്കിന് രൂപ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, ജന്മവുമായി ബന്ധപ്പെട്ട സന്തോഷത്തെ തുടർന്ന് പല സ്വഭാവത്തിൽ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നാം ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചുറ്റുപാട് നമുക്കറിയാം. ഇസ്ലാം എന്ന് പറയുന്നത്, മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, മഹാനായ പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതെല്ലാം ഈ കാലഘട്ടത്തിൽ ഇസ്ലാം വിരുദ്ധ പൊതുബോധം രൂപപ്പെടുത്തുന്നതിൻ്റെ ടൂളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കാലത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകനെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് സംസാരിക്കണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഇസ്ലാം പലരും വിചാരിക്കുന്നത് പോലെ, പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ മറ്റു മതങ്ങളെപ്പോലെയുള്ള ഒരു മതമല്ല എന്ന്. വിശുദ്ധ ഖുർആനെക്കുറിച്ച് നാം പറയാറുണ്ട്, യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മറ്റു മതഗ്രന്ഥങ്ങളെപ്പോലെയുള്ള ഒരു കേവല മതഗ്രന്ഥമല്ല എന്ന്. പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മതസമൂഹങ്ങളുടെ പുണ്യപുരുഷന്മാരെ പോലെ നാം കാണുന്ന ഒരു കേവല പുണ്യപുരുഷനല്ല എന്ന്. അതിനപ്പുറത്തേക്കുള്ള ആശയപരമായ മാനം ഇസ്ലാമിനും വിശുദ്ധ വേദഗ്രന്ഥത്തിനും പ്രവാചകനുമെല്ലാം യഥാർത്ഥത്തിൽ നാം കൽപ്പിച്ചു പോരുന്നുണ്ട്. ഇസ്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മാർഗദർശനമാണ്, ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള വേദഗ്രന്ഥമാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നത് പോലെ, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലന്നൂർ. ഇരുട്ടിൽ നിന്ന് ഒരു ജനസമൂഹത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരുപാട് അധ്യാപനങ്ങൾ ഖുർആനിലുണ്ട്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നിയോഗത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ തന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നത്, അല്ലയോ പ്രവാചകരെ, അങ്ങ് ഈ രാജ്യത്തേക്ക് നിയോഗിക്കപ്പെട്ട ഷാഹിദാണ്, അഥവാ അള്ളാഹുവിൻ്റെ സാക്ഷിയാണ്, മുബശ്ശിറാണ്, സുവാർത്തകനാണ്, അതുപോലെ തന്നെ നദീറ, മുന്നറിയിപ്പുകാരനാണ്, വദാഇയൻ ഇലല്ലാഹ്,
അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി ജനവിഭാഗത്തെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനാണ്. അവസാനം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വസിറാജൻ മുനീറ, ജ്വലിക്കുന്ന വിളക്കാണ് എന്ന് പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് പരിമിതമായ വൃത്തത്തിനപ്പുറം നമ്മുടെ ജീവിതത്തോളവും ലോകത്തോളവും നാം വികസിപ്പിച്ചെടുക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ, നിങ്ങളുടെ ജീവിതത്തിലെ ജ്വലിക്കുന്ന വിളക്കായി, ജീവിതത്തിൻ്റെ വഴികാട്ടിയായി, ജീവിതത്തിലെ ഷാഹിദായി, ജീവിതത്തിലെ മുഷബശ്ശിറായി, ജീവിതത്തിലെ മുൻദിറായി അള്ളാഹുവിൻ്റെ പ്രവാചകനെ കാണാൻ കഴിയുന്നിടത്താണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രവാചകനോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ ഈ കാലഘട്ടത്തിലും ലോകത്തിനുള്ള മാതൃകയാണ് എന്ന് ലോകത്തിന് പകർന്നു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മുടെ പ്രമാണം കൂടിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പലരും പലപ്പോഴും ഖുർആൻ പോരെ എന്ന് പറയാറുണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയല്ല. വളരെ ലളിതമായിട്ടാണ് ആളുകൾ പറയാറുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മുഹബ്ബത്തെല്ലാം പ്രകടിപ്പിച്ചതിന് ശേഷവും വിശുദ്ധ ഖുർആൻ മതിയാവുകയില്ലേ എന്ന്, വിശുദ്ധ ഖുർആൻ മതിയാവുകയില്ലേ എന്ന് പറയുന്നവർ പ്രവാചകനെയാണ് റദ്ദ് ചെയ്യുന്നത്. പ്രവാചകനെ റദ്ദ് ചെയ്യുന്ന ആളുകൾ പ്രവാചകനിലൂടെ വിശുദ്ധ ഖുർആനിനെ തന്നെയാണ് റദ്ദ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കാതെ പോകാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള നമ്മുടെ സമീപനം രൂപപ്പെടുത്തുന്നിടത്ത് നമ്മുടെ ജീവിതത്തെ മുച്ചൂടും ബാധിക്കുന്ന സ്വഭാവത്തിൽ, സ്വാധീനിക്കുന്ന സ്വഭാവത്തിൽ, വെളിച്ചം പ്രകടിപ്പിക്കുന്ന, പ്രസരിപ്പിക്കുന്ന സ്വഭാവത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമാണമായി പ്രവാചകൻ മാറണം. അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി അനുസരിക്കപ്പെടുന്നതിന് വേണ്ടിയല്ലാതെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടില്ല. പ്രവാചകൻ ജീവിതത്തിൽ നാം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ആജ്ഞാനുവൃത്തിയായി ജീവിക്കുന്നതിന് വേണ്ടി നിയോഗിതനായ പ്രവാചകനാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അനുസരിക്കുന്നുവോ അവൻ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ എടുക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് തടഞ്ഞത് നിങ്ങൾ വെടിയുക. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി ശിക്ഷിക്കുന്നവനാണ്, നന്നായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർമ്മഫലം നമുക്ക് നൽകുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ ലളിതമായി പറഞ്ഞാൽ ഈ ഒരർത്ഥത്തിൽ ജീവിതത്തിൻ്റെ മാർഗദർശിയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ ആജ്ഞാനുവൃത്തിയും പ്രവാചകൻ്റെ ആജ്ഞാനുവൃത്തിയായി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം പൂർണ്ണമാകുന്നത്. നമ്മൾ പലപ്പോഴും വളരെ ആഘോഷപൂർവ്വം പറയാറുള്ളത് ഹുബ്ബുർ റസൂൽ എന്ന കാര്യമാണ്. എന്താണ് പ്രവാചകനോടുള്ള മുഹബ്ബത്ത്? എനിക്കെൻ്റെ റസൂലിനോട് മുഹബ്ബത്ത് ഉണ്ടാകണം. എനിക്കെൻ്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത് എങ്ങനെയായിരിക്കണം? അത് മറ്റു പലതിനോടുമുള്ള മുഹബ്ബത്തല്ല, മറ്റു പലരോടുമുള്ള മുഹബ്ബത്തല്ല. അതുപോലെ തന്നെ അതിനേക്കാൾ എല്ലാം എനിക്ക് എൻ്റെ റസൂലിനോട് മുഹബ്ബത്ത് ഉണ്ടാകണം. നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഹുബ്ബുർ റസൂൽ എന്ന് പറയുമ്പോൾ ഞാൻ പറയുക അത് ഇഹ്യാ ഉസ്സുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ചര്യയെ നമ്മൾ ജീവിതത്തിൽ പുനരുജ്ജീവിപ്പിക്കലാണ്. അതുപോലെ തന്നെ ഇത്തിബാഉർ റസൂൽ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ചര്യയെ നമ്മൾ പിൻപറ്റലാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള പറഞ്ഞല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, മറ്റു മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെക്കാളും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവനായി തീരുന്നത് വരെ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള ഹുബ്ബ് അതൊരു സമയബന്ധിതമായിട്ടോ മാസബന്ധിതമായിട്ടോ വർഷബന്ധിതമായിട്ടോ അല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചലനത്തിലും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിലപാടിലും നമ്മോടൊപ്പം ഉണ്ടാകേണ്ട ഒന്നാണ്. ആ ഹുബ്ബ് എന്ന് പറയുന്നത് എനിക്കെന്നേക്കാൾ എൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ പറ്റണം, എനിക്കെൻ്റെ മാതാപിതാക്കളെക്കാൾ എൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ പറ്റണം, എനിക്കെൻ്റെ ഭാര്യയേക്കാൾ എൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ പറ്റണം, എനിക്കെൻ്റെ സന്താനങ്ങളെക്കാൾ എനിക്കെൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ പറ്റണം.
ഞാൻ ജീവിതത്തിൽ പലപ്പോഴും വീടും കുടുംബവും മറന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കച്ചവട വ്യവഹാരങ്ങളെക്കാൾ എനിക്ക് എൻ്റെ പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഹബ്ബത്തുള്ളവനായി മാറുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ ലളിതമായ കാര്യമല്ല, അവിടേക്ക് നമുക്ക് മാറാൻ പറ്റണം. നമുക്കറിയാലോ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോഴാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കങ്ങേ ഇഷ്ടമാണ്, പക്ഷേ അതോടൊപ്പം എന്നോട് എനിക്ക് പെരുത്തിഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, വല്ലാഹി ലൻ തുഅ്മിൻ യാ ഉമർ, ഉമറെ നിനക്ക് വിശ്വാസിയാവാൻ കഴിയില്ല എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ അർത്ഥത്തിൽ പ്രവാചകന്റെ അനുചരന്മാർ പ്രവാചകനെ സ്നേഹിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? അത് നാം പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ അനുചരന്മാരിൽ നിന്ന് തന്നെയാണ്. സമയക്കുറവുമാരും ഒരുമൂലം ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. റജിയ സംഭവത്തെ തുടർന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന പ്രവാചകന്റെ സന്തത സഹചാരികളിൽ ചിലരെ അബൂ സുഫിയാനും കൂട്ടരും പിടികൂടുന്നുണ്ട്. അവർ പിടികൂടിയിട്ട് വധശിക്ഷ നടപ്പാക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ സയ്യിദ് ബിൻ ദസ്ന റളിയല്ലാഹു അൻഹുവിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ തീരുമാനമെടുക്കുമ്പോൾ കൂടെ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ വധശിക്ഷയ്ക്ക് മുമ്പ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണ്, ജീവിതം അവസാനിക്കാൻ പോവുകയാണ്, ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നുണ്ട്. നിങ്ങൾ പിടികൂടപ്പെട്ട വധിക്കപ്പെടുന്ന നിങ്ങളുടെ പൊസിഷനിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവാചകനെ കൊണ്ടുവരാം, തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോകാം, അതിനുള്ള അനുവാദം ഇതിന് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആ ഓപ്ഷൻ എടുക്കുമോ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ ഈ സ്ഥാനത്ത് വധിക്കപ്പെടുന്നത് പോയിട്ട് ആ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞങ്ങളുടെ രക്തസാക്ഷിത്വത്തിന് പകരം നൽകാൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ രക്തസാക്ഷികളായാൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നവർ പറയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത് ചെറിയ കാര്യമല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് അന്ന് അതുമായി ബന്ധപ്പെട്ട അബൂ സുഫിയാൻ പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. ഞാൻ ഭൂമി ലോകത്ത് മഹാനായ പ്രവാചകൻ മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാളെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഈ സംഭവത്തെ തുടർന്ന് അബൂ സുഫിയാൻ പറയുന്നുണ്ട്. നമുക്കത് സാധ്യമാണോ? എനിക്കെന്നേക്കാൾ എൻ്റെ ജീവിതത്തെക്കാൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള മുഹബ്ബത്തിൻ്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായമുള്ള ആളുകളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, എല്ലാവരേക്കാളും കൂടുതൽ സ്നേഹിക്കണം. പക്ഷേ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ജീവിതത്തിലുണ്ടോ, എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടോ, എൻ്റെ കുടുംബ ജീവിതത്തിലുണ്ടോ, എൻ്റെ സാമൂഹ്യ വ്യവഹാരങ്ങളിലുണ്ടോ, എൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുണ്ടോ, എൻ്റെ സാമൂഹ്യ ബന്ധങ്ങളിലുണ്ടോ, എൻ്റെ വേഷവിധാനങ്ങളിലുണ്ടോ, അതുപോലെ തന്നെ ആളുകളുമായി ഞാൻ പെരുമാറുന്നിടത്തും ഇടപെടുന്നിടത്തും എൻ്റെ റസൂൽ എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായി മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ഹുബ്ബ്, നമ്മുടെ പ്രവാചകനോടുള്ള ഹുബ്ബ് എவ்விധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ വ്യക്തിതലത്തിൽ സമൂലമായ പരിവർത്തനത്തിന്, മാറ്റത്തിന് നാന്ദി കുറിക്കാൻ ഈ കാലഘട്ടം നമ്മിൽ നിന്ന് താല്പര്യപ്പെടുന്നു. ഈ കാലഘട്ടം ഏത് എന്ന് നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. ഇത് ഇസ്ലാമോഫോബിക്കായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം വിരുദ്ധ പൊതുബോധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ ദീൻ യഥാർത്ഥത്തിൽ ടെററിസത്തിന്റെ ഐഡിയോളജി ആയിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രീമിസത്തിന്റെ ഐഡിയോളജി ആയിട്ടാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകനെ കുറിച്ച് പ്രവാചകൻ ഭീകരനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തേക്ക് കാരുണ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു എന്ന് അല്ലാഹു പറയുകയും ആ അർത്ഥത്തിൽ ലോകത്ത് കാരുണ്യ വർഷം പോലെ 23 കൊല്ലക്കാലം തനിക്ക് നുബുവത്ത് കിട്ടിയത് മുതൽ ലോകത്ത് തുല്യതയില്ലാത്ത ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുകയും ആ അർത്ഥത്തിൽ ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്ത പ്രവാചകനെ സമകാലിക ലോകം വായിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ അറിയാതെ പോകാൻ പാടില്ല. സമകാലിക ലോകത്തിന് മുമ്പ് പ്രവാചകൻ യുദ്ധക്കുതിയനാണ്, പ്രവാചകൻ സ്ത്രീലമ്പടനാണ്. അതുപോലെ തന്നെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് അത്യന്തം അപകടകരമായ ഒരുപാട് തെറ്റായ പൊതുബോധങ്ങൾ രൂപപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലത്തിൽ
ലോകത്തും ആ അർത്ഥത്തിലുള്ള ഒരു സാമൂഹ്യ ക്രമത്തിലും ഒരു മുസ്ലിം ഉമ്മ എന്ത് ചെയ്യണമെന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. ഇവിടെ പ്രവാചകന്റെ ജീവിതത്തിന്റെ സുന്ദരമായ ഏടുകളെ സമകാലിക സമൂഹത്തിന്റെ മുമ്പാകെ അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയണം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ റസൂൽ ഉണ്ടാകണം, എൻ്റെ കുടുംബ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകണം, എൻ്റെ സാമൂഹിക ജീവിതത്തിലും എൻ്റെ സാമ്പത്തിക ഇടപാടുകളിലും എൻ്റെ സാമൂഹിക വ്യവഹാരങ്ങളിലും എനിക്കെൻ്റെ കൂടെ സിറാജം മുനീറ ജ്വലിക്കുന്ന വിളക്കായിട്ട് എൻ്റെ പ്രവാചകനെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതാണ് ഈ കാലഘട്ടത്തിന്റെ ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 21ാം നൂറ്റാണ്ടിന്റെ നടുമുറ്റത്ത് വെച്ച പുനർവായന നടത്താൻ അല്ലെങ്കിൽ സമകാലിക വായന നടത്താൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 23 വർഷക്കാലം കൊണ്ട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചെടുത്ത ഒരു വിപ്ലവമുണ്ട്, ഒരു സാമൂഹ്യ പരിവർത്തനമുണ്ട്. മക്കയിലേക്ക് നമ്മൾ പോകണം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മക്ക, ആ മക്കയിലെ ഗോത്രഘടന, അവിടെയുള്ള സാമൂഹ്യ ജീവിതം, അവിടെ ഉണ്ടായിരുന്ന അവരുടെ നിലവാരം, ആ സമൂഹത്തിലേക്കാണ് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ആ ജനതയെ പ്രവാചകൻ പരിവർത്തിപ്പിച്ചോ, ആ ജനതയെ പ്രവാചകൻ മാറ്റിപ്പണിതോ, അവരുടെ വ്യക്തി ജീവിതത്തെ പ്രവാചകൻ സ്വാധീനിച്ചോ, അവിടെ ഒരു ഭദ്രമായ കുടുംബ സംവിധാനം അള്ളാഹുവിന്റെ പ്രവാചകൻ കെട്ടിപ്പടുത്തോ, ഒരു നവസമൂഹത്തെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപീകരിച്ചോ, ഒരു പുതിയ സാമൂഹ്യ ക്രമത്തിന്റെ പ്രവാചകൻ അസ്ഥിവാരം പണിതോ. അത് കഴിഞ്ഞിട്ട് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു നാഗരിക ക്രമത്തെ ലോകത്തിന് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തി. എവിടെയാണ് പ്രവാചകൻ തൊടാത്തത്? എവിടെയും അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇരുട്ടിൽ നിർത്തിയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതേത് മേഖലകളുണ്ടോ ആ മേഖലകളിലേക്കെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ, നീതിയുടെ പ്രതീകമായ, നീതിയുടെ പര്യായമായ പ്രവാചകന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞല്ലോ, ഗസ്റ്റ് കൊടുക്കുന്നിടത്ത്, നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നിടത്ത് അത് നിസ്സാരമാണല്ലോ സുഹൃത്തുക്കളെ. എനിക്ക് 6 മക്കളുണ്ട്. അങ്ങനെ തന്നെ റസൂലുള്ള ഒരു ചുടുചുംബനം കൊടുത്തപ്പോ, തന്റെ കൂടെയുള്ള പേരക്കുട്ടിക്ക് ചുടുചുംബനം കൊടുക്കുമ്പോ അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, കുട്ടികളെ ചുംബിക്കുകയോ? അള്ളാഹിന്റെ റസൂൽ പറയുന്നുണ്ട്, അങ്ങയുടെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹു കാരുണ്യം തന്നിട്ടില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? കൊച്ചുകുട്ടികളോടുള്ള ഉത്തരവാദിത്വം, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരാൾക്ക് മാത്രം ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല. അവരൊരുപോലെ നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപോലെ നിങ്ങൾ തിരിച്ചും അങ്ങോട്ട് സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ അർഹമ ബിൽ ഇയാൽ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോട്, മക്കളോട് ഏറ്റവും നന്നായി കാരുണ്യത്തോടു കൂടി പെരുമാറുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. നമസ്കാരത്തിന് നിൽക്കുന്ന റസൂലിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമസ്കാരത്തിന് നിൽക്കുന്ന റസൂൽ നമസ്കാരത്തിൽ ഏതാണ്ട് ദീർഘിച്ച് ഓതണം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു പോകാറുണ്ട്. അങ്ങനെ വിശാലമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കാറുണ്ട്. ഇന്നി ലഅഖൂമു ഇല സ്വലാത്തി വ അന ഉരീദു അൻ ഉതവില ഫീഹാ. ഞാൻ നമസ്കാരത്തിൽ ഒരുപാട് ദീർഘിപ്പിച്ച് ഓതണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമസ്കാരത്തിന് നിർവഹിക്കാൻ നിൽക്കാറുള്ളത്. പക്ഷേ നമസ്കാരത്തിന് നിന്നാൽ കൊച്ചുകുട്ടികളുടെ കരച്ചിൽ എൻ്റെ പിറകിൽ നിന്ന് കേട്ടാൽ ഞാൻ എൻ്റെ നമസ്കാരം ചുരുക്കാറുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സമകാലിക ലോകം, സ്ത്രീകൾ എവിടെയാണ് ഇന്നുള്ളത്? പരിഷ്കാരത്തിന്റെ, അതുപോലെ തന്നെ വികാസത്തിന്റെ, പുരോഗമനത്തിന്റെ പുറം പൂച്ചടിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പുറം ചട്ടയടിഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹു ഖൽഖ വ ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. നിങ്ങൾ ഏറ്റവും നല്ലവന്മാർ നിങ്ങളുടെ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവരാണ്. കുട്ടികളോട്, സ്ത്രീകളോട്, വൃദ്ധന്മാരോട്, അതുപോലെ തന്നെ ജീവിതത്തിൽ അനാഥകളോട്, അഗതികളോട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സമൂഹത്തിന്റെ വ്യത്യസ്ത ധാരകളിലുള്ള, ഒരു സമൂഹത്തിന്റെ വ്യത്യസ്ത ലെയറുകളിലുള്ള എല്ലാ സാമൂഹ്യ ജനവിഭാഗത്തെയും തൻ്റെ കാരുണ്യത്തിന്റെയും തൻ്റെ നീതിബോധത്തിന്റെയും അകക്കണ്ണുകൊണ്ട് കാണാനും അവരെ ചേർത്ത് നിർത്താനും, അതുപോലെ തന്നെ ലോകത്തിന് പരിചയമില്ലാത്ത മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു പുതിയ സമൂഹത്തെ കെട്ടിപ്പടുക്കാനും മഹാനായ റസൂൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുന്നുണ്ട്.
നീതിക്ക് നിരക്കാത്തയിടത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരുപാട് സംഭവങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. കാരണം നീതി എല്ലാ അർത്ഥത്തിലും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരുണ്യത്തിന്റെ നീറുറോ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിലെ ഒരു അഗതി മന്ദിരത്തിന്റെ പരിപാടിയിലാണ് ഞാൻ പങ്കെടുത്തത്. എന്തുകൊണ്ടാണ് അഗതി മന്ദിരങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഉമ്മയാരാണെന്ന ബോധം പരിഷ്കൃത സമൂഹത്തിന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഉപ്പയാരാണെന്ന ബോധം പരിഷ്കൃത സമൂഹത്തിന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അത് നിന്റെ സ്വർഗമാണ്. നീ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നീ നിർവഹിച്ചിട്ടില്ലേ എങ്കിൽ അത് നിങ്ങളുടെ നരകമാണ് എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ പകർന്നു തന്ന എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്തിന്റെ തുടർച്ചയിൽ ഖുർആൻ പറയുന്നുണ്ട്, അവരോട് നിന്റെ അടുക്കൽ വെച്ച് അവർക്ക് വാർദ്ധക്യം വന്നെത്തി കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ ഒരിക്കലും ഛേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. എൻ്റെ മാതാപിതാക്കളോട് ഛേ എന്ന വാക്ക് പോലും പറയരുത് എന്ന് വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ച, അവർ നിന്റെ സ്വർഗമാണ് എന്ന് പഠിപ്പിച്ച ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ വിസ്മരിച്ച ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് ഇന്ന് അഗതി മന്ദിരങ്ങൾ ഓഡിറ്റോറിയം പോലെ തന്നെ, എല്ലായിടത്തും ഒരുമിച്ച് കൂടുന്ന ഓഡിറ്റോറിയങ്ങൾ പോലെ തന്നെ അഗതി മന്ദിരങ്ങളും ഇന്ന് വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ജീവിതത്തിന്റെ ഒരു ധാരയെയും ഒരു തലത്തെയും അള്ളാഹുവിന്റെ പ്രവാചകൻ വിട്ടേച്ചു പോയിട്ടില്ല. അങ്ങനെയുള്ള നീതിബോധമുള്ള ഒരു സാമൂഹ്യ ക്രമത്തെയാണ് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെടുത്തിയെടുത്തത് എന്ന് നമുക്ക് കാണാം. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി തെറ്റ് ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടി തെറ്റ് ചെയ്തോ? ആ പെൺകുട്ടി തെറ്റ് ചെയ്താൽ ഇസ്ലാമിന്റെ ഹദ്ദ് ആ കുട്ടിയുടെ കൈ മുറിക്കുക എന്നുള്ളതാണ്. അഥവാ തെറ്റ് ചെയ്യുന്നവന്റെ കൈ വെട്ടുക എന്നുള്ള എന്ന് പ്രവാചകൻ ആ അർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അതിന്റെ ക്രിമിനൽ നിയമം ഈ കൈവെട്ടുക എന്നുള്ളതാണ്. അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് കളവ് നടത്തിയിരിക്കുന്നത്. അള്ളാഹിന്റെ റസൂലിനോട് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു അളവ് പറയണം. അങ്ങനെ അവർ കണ്ടെത്തിയത് ബഹുമാന്യനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ ഉസാമ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് എന്തെങ്കിലും അർത്ഥത്തിൽ അതിൽ ഇളവ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, അതശ്ഫഉ ഫി ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അള്ളാഹുവിന്റെ ഹദ്ദ് നടപ്പാക്കുന്നിടത്താണോ നിങ്ങൾ ശുപാർശക്ക് വന്നിട്ടുള്ളത്? എന്നിട്ട് പ്രവാചകൻ തുടർന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? കഴിഞ്ഞകാല സമൂഹത്തിന് സംഭവിച്ചതാണ്, ഈ കാലഘട്ടത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ കാല സമൂഹത്തിൽ സംഭവിച്ചതാണ്. സമൂഹത്തിലെ ഉയർന്നവർ തെറ്റ് ചെയ്താൽ അവരെ വെറുതെ വിടുകയും സമൂഹത്തിനകത്ത് താഴെ തലത്തിലുള്ള ആളുകൾ തെറ്റ് ചെയ്താൽ അവർക്ക് മേൽ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ കാല സമൂഹം ചെയ്തു വന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖം ചുവന്നു. എന്നിട്ട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ലാഹി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സരിഖത് ലഖതഅതു യദഹാ, അഥവാ എൻ്റെ മകൾ ഫാത്തിമയാണ് കളവ് നടത്തുന്നത് എങ്കിൽ അവളുടെ കൈ ഞാൻ വെട്ടിമാറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് ലോകത്തോടുള്ള നീതിമാനായ ഒരു പ്രവാചകന്റെ നീതിബോധത്തിന്റെ വാല്യൂസ് എന്തെന്നുള്ള ലോകത്തുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്നും അനുഭവിക്കുന്ന പ്രശ്നമാണത്. ആരാണ് തുറുങ്കിലടക്കപ്പെടുന്നത്? നിരപരാധികളാണ് തുറുങ്കിലടക്കപ്പെടുന്നത്. ആരാണ് അപരവൽക്കരിക്കപ്പെടുന്നത്? നിരപരാധികളാണ് അപരവൽക്കരിക്കപ്പെടുന്നത്. ആരാണ് തൂക്കിലേറ്റപ്പെടുന്നത്? അപരവൽക്കരിക്കപ്പെട്ട ജനതയാണ് തൂക്കിലേറ്റപ്പെടുന്നത്. നേരെ മറിച്ച് ഈ രാജ്യത്ത് ഉള്ളവനും അതുപോലെ തന്നെ സ്വാധീനമുള്ളവനും അതിനെയെല്ലാം മറികടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജുഡീഷ്യറി പോലും ഈ ഒരു സ്വഭാവത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന സമകാലിക ലോകത്ത് എങ്ങനെ റസൂലിനെ പറയണമെന്ന് ഈ ഉമ്മത്ത് ആലോചിക്കണം. എങ്ങനെ റസൂലിനെ അവതരിപ്പിക്കണമെന്ന് ഈ ഉമ്മത്ത് ആലോചിക്കണം. എങ്ങനെ റസൂലിനെ സാക്ഷ്യപ്പെടുത്തണം എന്നത് ഈ ഉമ്മത്ത് ആലോചിക്കണം. ഞാൻ പറയുക, വംശീയ ഭ്രാന്ത് കുടികുത്തി വാഴുന്ന ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഗസ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഗസയിൽ ഏത് വിത്താണോ ഇന്ന് വിപത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നത്, ഗസയിൽ വിപത്ത് വിതച്ചുകൊണ്ടിരിക്കുന്ന അതേ വംശീയതയുടെ വിത്താണ്
നമ്മുടെ രാജ്യത്തും വിപത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഗസയിൽ വിപത്ത് വിതച്ചുകൊണ്ടിരിക്കുന്ന ആ വംശീയതയുടെ വിത്ത് നമ്മുടെ നാട്ടിലും അധികാര രൂപം കൊണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വംശീയതയുടെ സാമൂഹ്യമായ അകറ്റി നിർത്തലിന്റെ അപരവൽക്കരണത്തിന്റെ വംശഹത്യയുടെ അജണ്ടയാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലെ ഭരണകൂടങ്ങൾ അവരുടെ അജണ്ടയായി സ്വീകരിച്ചത്. ഇവിടെയാണ് മഹാനായ പ്രവാചകൻ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, ഇതൊറ്റ സമൂഹമാണ്. ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്. നിങ്ങളുടെ റബ്ബ് ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. മനുഷ്യൻ ഒന്നിൽ നിന്ന് വന്നതാണ്, മനുഷ്യരെല്ലാം ഒന്നാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നിടത്ത് വരെ ഈ ഉയർന്ന മാനുഷികമായ കാഴ്ചപ്പാട് ഇസ്ലാം വെച്ച് പുലർത്തുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വംശീയതയെ നേരിടുന്നിടത്ത് സാഹോദര്യത്തിന്റെയും അതുപോലെ തന്നെ വിശ്വസാഹോദര്യത്തിന്റെ സന്ദേശമാണ് ഈ മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ശ്രീ പി സുരേന്ദ്രൻ എന്ന് പറയുന്ന എഴുത്തുകാരനായ സാഹിത്യകാരനായ പി സുരേന്ദ്രൻ, അന്ന് അദ്ദേഹത്തിന്റെ അന്നത്തെ ലോകത്തിന്റെ സ്ഥിതിഗതികളെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, മഹാനായ പ്രവാചകൻ തെരുവിലാണ്. പ്രവാചകൻ തെരുവിലാണ്. ഒരു സാഹിത്യകാരൻ ഒരു പ്രവാചകൻ അടയാളപ്പെടുന്നത് പ്രവാചകൻ തെരുവിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മതം അകത്താൻ, അതുപോലെ തന്നെ പുരോഹിതന്മാർ അകത്താൻ, മതപ്രബോധകർ അകത്താൻ, പൊതുമണ്ഡലത്തിൽ അവർക്കിടമില്ല എന്ന് തെറ്റിദ്ധരിച്ച ഒരു ലോകക്രമത്തിനകത്ത് അങ്ങനെ ഏതോ ഒരർത്ഥത്തിൽ ആരാധനാലയങ്ങൾക്കും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾക്കും അകത്ത് കഴിഞ്ഞുകൂടിയ ഒരു പ്രവാചകനല്ല ഇസ്ലാമിന്റെ പ്രവാചകൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രവാചകൻ തെരുവിലാൻ, കുടിവെള്ളമില്ലാത്തവന്റെ കൂടെയാൻ, മനുഷ്യാവകാശങ്ങൾ നിരാകരിക്കപ്പെട്ടവന്റെ കൂടെയാൻ, നീതി നിഷേധിക്കപ്പെട്ടവരുടെ കൂടെയാൻ. അങ്ങനെയാണ് എങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയ റസൂൽ, ഞാൻ പറയുക, അത് ഗസയിലാണ്. ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊള്ളുന്നത് അത് ഗസയിലാണ്. നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് മൗനികളായിരുന്ന മുഖീനികളായിക്കൊണ്ടൊരു ഉമ്മത്തുണ്ടോ? ഞാൻ പറയുക, ആ ഉമ്മത്ത് പ്രവാചകന്റെ തിരിചര്യയെ ഒരർത്ഥത്തിലും നെഞ്ചേറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എൻ്റെ ദീൻ, എൻ്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത്, എൻ്റെ ചുറ്റുപാട് നിറഞ്ഞാടുന്ന അനീതികളോട്, അധർമ്മങ്ങളോട്, അക്രമങ്ങളോട് എല്ലാ അർത്ഥത്തിലും എന്നെ നിശബ്ദമാക്കുന്നുവെങ്കിൽ എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവാചകൻ? എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദീന? എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഖുർആൻ എന്ന് നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ടൊരു വിശ്വാസിയുടെ ജീവിതത്തെ സമരോത്സുകമാക്കുന്ന, ഒരു വിശ്വാസിയുടെ ജീവിതത്തെ അല്ലാഹുവിനോട് അടുപ്പിക്കുന്ന, ഒരു വിശ്വാസിയുടെ ജീവിതത്തെ അനീതിയോടും അധർമ്മത്തോടും രാജിയാകാതെ പൊരുതാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ജീവിതവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇല്ല യസ്തതി ബിലിസാനിഹി ഫഇല്ല യസ്തതി ബിഖൽബിഹി വദാലിക അദ്ഫുൽ ഈമാൻ. നിന്റെ ഹൃദയാന്തരത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ ലോകത്ത് നിറഞ്ഞാടുന്ന തിന്മക്കെതിരെ നിനക്ക് തടയിടാൻ പറ്റണം. അതല്ലെങ്കിൽ നിനക്ക് നിന്റെ നാവ് കൊണ്ടെങ്കിലും അരുതെന്ന് പറയാൻ പറ്റണം. അതുമല്ല, നീ അതിനൊന്നും സാധിക്കാത്ത, നിനക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സാമൂഹ്യ ക്രമത്തിനകത്താണ് നീ ഉള്ളതെങ്കിൽ അതിനോട് നിന്റെ ഹൃദയാന്തരങ്ങളിൽ വെറുപ്പെങ്കിലും ജനിപ്പിക്കാൻ നിനക്ക് കഴിയണം എന്ന് പഠിപ്പിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുന്നവരാണ് നമ്മൾ. നമുക്കറിയാലോ, ഗസ പറയാതെ നമ്മൾ എങ്ങനെയാണ് പോവുക? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചത് ദൈവബോധമുള്ള, അന്ധവിശ്വാസമില്ലാത്ത, തൗഹീദിൽ അധിഷ്ഠിതമായ ദൈവബോധമുള്ള ഒരു ജനവിഭാഗത്തെയാണ്, സാമൂഹ്യ ബോധമുള്ള ഒരു ജനവിഭാഗത്തെയാണ്, ധാർമ്മിക ബോധമുള്ള ഒരു ജനവിഭാഗത്തെയാണ്, നീതിബോധമുള്ള ഒരു ജനവിഭാഗത്തെയാണ്. അതിനേക്കാളൊക്കെ ഉപരി ഒരു പൗരനെ ദൈവബോധവും അതുപോലെ തന്നെ ധാർമ്മിക ബോധവും നീതിബോധവും ഒക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ അസ്ഥിവാരമായ പരലോകബോധമുള്ളൊരു ജനവിഭാഗത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചത്. 23 കൊല്ലക്കാലം കൊണ്ട് അവിടെ ജീവിക്കുന്ന ഏതാണ്ട് കൊച്ചുകുട്ടിയായ പാൽക്കാരി പെൺകുട്ടിക്ക് പോലും ഞാൻ പാലിൽ വെള്ളം ചേർക്കുന്നത് നാളെ പടച്ചവനോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരുന്ന അപകടകരമായ തെറ്റാണ് എന്ന ഒരു കൊച്ചുകുട്ടിയായ പാൽക്കാരി പെൺകുട്ടിയുടെ ഹൃദയാന്തരങ്ങളിൽ അങ്കുരിപ്പിക്കാൻ കഴിഞ്ഞ, അതുപോലെ തന്നെ അട്ടിടയനായ ബാലനിൽ തൻ്റെ ഇടയനെന്ന വൃത്തിക്കടയിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് ഒരെണ്ണത്തെപ്പോലും ഞാൻ കൈമോശം വരുത്തുന്നത്
അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമെന്ന വിദ്യാഭ്യാസം നൽകാൻ അള്ളാഹിൻ്റെ റസൂലിന് സാധിച്ചിട്ടുണ്ട്. ഈ ധാർമ്മിക ബോധത്തിലേക്ക്, ഈ നീതിബോധത്തിലേക്ക്, ഈ ദൈവബോധത്തിലേക്ക്, ഈ പരലോക ബോധത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ ഉമ്മത്ത് ബാധ്യസ്ഥമാകേണ്ടതാണ്. ആ അർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഉജ്ജ്വലമായ ആശയങ്ങൾ, മൂല്യങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതാണ്. ഞാൻ വീണ്ടും പറയുക, ആ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ഗസ നമ്മുടെ ഹൃദയത്തിന് നൊമ്പരം സൃഷ്ടിക്കുന്ന, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയിൽ കൊണ്ടുവരേണ്ടുന്ന നമ്മുടെ സമരോത്സുകതയെ ഏതോ അർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാക്കി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ പറയുക, എവിടെയാണ് റസൂൽ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെയാണെന്നാ പറയാം. ആ ജനത പൊരുതുന്നത് അള്ളാഹുവിൻ്റെ, അതുപോലെ തന്നെ പ്രവാചകന്റെ പാശത്തെ മുറുകെ പിടിച്ചാണ്. അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ചിട്ടാണ്, പ്രവാചകന്റെ തിരിച്ചറിയെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. അവർക്ക് മറ്റാരുമില്ല, അവരുടെ കൂടെ ആരുമില്ല, ലോകം അവരുടെ കൂടെയില്ല, ഒരു ഉമ്മത്ത് അവരുടെ കൂടെയില്ല, അധികാരം അവരുടെ കൂടെയില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ 2023 ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സ ആരംഭിച്ചിട്ട് 2 വർഷം തികയാൻ പോവുകയാണ്. ആ 2 വർഷം തികയാൻ പോകുമ്പോഴേക്ക് 1 ലക്ഷത്തോളം ആളുകൾ രക്തസാക്ഷികളായി. നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ അതിനകത്ത് ഏതാണ്ട് 10-20,000 വരുന്നത് കൊച്ചു കുട്ടികളാണ്. അവിടെ കലാലയങ്ങൾ തകർക്കപ്പെട്ടു, മസ്ജിദുകൾ തകർക്കപ്പെട്ടു, വീടുകൾ തകർക്കപ്പെട്ടു. മേലെ ആകാശം, താഴെ ഭൂമി. ആ പരന്ന മണൽപ്പരപ്പിൽ കോൺക്രീറ്റ് തകർക്കപ്പെട്ട കോൺക്രീറ്റ് സൗധങ്ങൾക്കിടയിൽ തീബോംബ് വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കെ അവരിപ്പോഴും ആർജവത്തോടെയും ആത്മാഭിമാനത്തോടെയും അവർ ഈ കാലഘട്ടത്തിലും അവർ പൊരുതുകയാണ്. ഒരുപാട് ആളുകൾ അവരിൽ നിന്ന് രക്തസാക്ഷികളായി. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമുക്ക് ഇസ്മായിൽ ഖനിയ രക്തസാക്ഷിയായി, യഹിയ സിൻവാർ രക്തസാക്ഷിയായി, മുഹമ്മദ് ലൈഫ് രക്തസാക്ഷിയായി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഖാലിദ് മിഷ്കലിനെതിരെ വരെ അദ്ദേഹത്തെ വരെ വധിക്കാനുള്ള ശക്തമായ നീക്കം നടന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, ആസൂത്രണങ്ങളുണ്ട്, അത്യാധുനിക സങ്കേതങ്ങളുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ടെഹ്റാനിലെ താൻ താമസിക്കുന്ന റൂമിലേക്ക് എത്തുമ്പോൾ ഇസ്മായിൽ ഹനിയ റൂമിലിട്ട് വധിക്കാനുള്ള ആയുധ ശേഷിയവർക്കുണ്ട്. അതുപോലെ തന്നെ ഖത്തറിൽ, ദോഹയിൽ ചർച്ചയ്ക്ക് പോയ ഖാലിദ് മിഷലും ടീമുമുള്ള ആ വീടിന് നേരെ അവർക്ക് ബോംബ് വർഷിക്കാനുള്ള ബുദ്ധി മാത്രമല്ല, അതിനുള്ള സാമർഥ്യവും കഴിവും അവരുടെ കയ്യിലുണ്ട്. എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, അവർ പതറുന്നുണ്ട് എങ്കിൽ അത് ഗസയിലെ ഈ വിശ്വാസമുള്ള ജനതയുടെ വിശ്വാസദാർഢ്യത്തിൻ്റെ മുന്നിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവർക്ക് തുരങ്കം കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അവർക്ക് ഹമാസിന്റെ പോരാളികളെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് അവരുടെ ബന്ദികളെ മോചിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരത്ഭുതം കണക്കെ അവർ അവിടെ പതറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ആത്യന്തികമായി എന്ത് എന്നത് അല്ലാഹുവിൻ്റെ വിധിയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ആ വംശീയതയുടെ വിത്താണ് ഇവിടെയും ഉള്ളത്. ആ ജനത അതിജീവിക്കുന്നതിന്റെ ആയുധം എന്ന് പറയുന്നത് അമേരിക്കയുടെ ആയുധമല്ല. ആ ജനത അതിജീവിക്കുന്നതിന്റെ ആയുധം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ആയുധമല്ല. ആ ജനത അതിജീവിക്കുന്നതിന്റെ ആയുധം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ ഇച്ഛാശക്തി പകർന്നു കൊടുക്കുന്ന അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലുമുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അതുകൊണ്ട് അവർക്ക് പ്രവാചകൻ ഒരു പ്രചോദനമാണ്. അതുകൊണ്ട് അവർക്ക് പ്രവാചകൻ സിറാജൻ മുനീറ, ജ്വലിക്കുന്ന വിളക്കാൻ. ആ അർത്ഥത്തിൽ സമകാലിക ലോകത്തിന്റെ സ്ഥിതിഗതികളെ വിലയിരുത്തിയിട്ട് പ്രവാചകനെയും അല്ലാഹുവിനെയും ജീവിതത്തിന്റെ വഴിത്താരയിൽ വഴിവിളക്കായി സ്വീകരിക്കുന്നവർക്ക് റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്തുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ആ അർത്ഥത്തിൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കാൻ ആ ഒരു സ്വഭാവത്തിൽ ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ നമ്മിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ബദർ ഉണ്ടാകുന്നത് അങ്ങനെയാണ്, ഉഹദ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നീതി പുലരുന്ന ഒരു ലോകത്തെ സ്വപ്നം കണ്ടതുകൊണ്ടാണ്, നിർഭയത്വം പുലരുന്ന ഒരു സാമൂഹ്യ ക്രമത്തെ സ്വപ്നം കണ്ടതുകൊണ്ടാണ്. ഇസ്ലാം ആഗ്രഹിക്കുന്നത് നീതിയാണ്, ഇസ്ലാം ആഗ്രഹിക്കുന്നത് നിർഭയത്വമാണ്. എല്ലാം അനുഭവിച്ച തൻ്റെ കൂടെ വന്ന അനുചരന്മാരോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതെന്താ? വല്ലാഹി ലയുത്തിമ്മന്ന അല്ലാഹു ഹാദൽ അംർ ഹത്താ യസീറ റാകിബു മിൻ സന്നാ ഇലാ ഹദറമൗത്ത്. നിർഭയത്വം പുലരുന്ന ഒരു നാട് അതുണ്ടാകും, ഇത് പൂർത്തീകരിക്കപ്പെടും. അന്ന് സന്ന മുതൽ ഹദറമൗത്ത് വരെ ആളുകൾ നടന്നു പോകും. ആർക്കും ആരെയും ഭയപ്പെടാതെ നടന്നു പോകാൻ കഴിയുന്ന ഒരു കാലം വരും. ചെന്നായ ആടിനെ പിടിക്കുമോ എന്നതല്ലാത്ത ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ലാത്തൊരു കാലം. റസൂലുള്ളാഹിന്റെ ഭാവന എത്ര സമ്പന്നമാണ്, എത്ര ശക്തമാണ്.
ഇരുളുമുറ്റിയ ആ ഗോത്രഘടനക്കകത്ത് നിന്നുകൊണ്ട് ആ ജനതയെ പ്രവാചകൻ പഠിപ്പിച്ചത് നീതിയും നിർഭയത്വവും പുലരുന്ന ഒരു നല്ല നാളെയെ കുറിച്ചാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ അർത്ഥത്തിൽ നീതി പുലരുന്ന, നിർഭയത്വം കളിയാടുന്ന, സാഹോദര്യവും സഹവർത്തിത്വവും ഉദ്ഘോഷിക്കുന്ന, സൗഹൃദാന്തരീക്ഷം നിലനിർത്തുന്ന, ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളും ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല സാമൂഹ്യ മൂല്യങ്ങളെ ഉദ്ഘോഷിക്കുന്ന ഒരു നവസമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് ഈ ഉമ്മത്ത് സന്നദ്ധമാണോ എങ്കിൽ ഈ കാലഘട്ടത്തിലെ ഇസ്ലാം വിരുദ്ധ പൊതുബോധത്തെ വരെ മറികടക്കാൻ നമുക്ക് സാധ്യമാണ്. ഇസ്ലാം വിരുദ്ധ പൊതുബോധത്തെ മറികടക്കാതെ നിങ്ങൾ ജീവിച്ചാലും ഈ ഭൂമിക്ക് മുകളിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തട്ടം പേടിയാൻ, തലപ്പാവ് പേടിയാൻ, താടി പേടിയാൻ, മിനാരം പേടിയാൻ, മുസൽമാന്റെ സാന്നിധ്യം പോലും പേടിയാൻ. ആ അർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്നുള്ള ഓരോ ഇനീഷ്യേറ്റീവുകളെയും മുൻവിധിയോടുകൂടി കാണുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് ഇത് അപകടകരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഈ വലിയ പ്രവാചകനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സമ്മേളനത്തിൻ്റെ ചർച്ചക്ക് അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾക്ക് നാന്ദി കുറിച്ച്, ഈ പരിപാടിയുടെ നാന്ദി കുറിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.